ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി, താങ്കൾ മരിക്കുന്നില്ല. ധീരന്മാർക്ക് മരണമില്ല. അങ്ങയെ സ്നേഹിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സെന്ന മാണിക്ക കൊട്ടാരത്തിൽ താങ്കൾ ഇപ്പോഴും രാജകുമാരനാണ്. ധീരന്മാർക്ക് മരണമില്ല. ഭീരുക്കൾ പലതവണ മരിക്കും, പക്ഷേ ധീരന്മാർ മരിക്കുകയില്ല. ധീരന്മാരുടെ സാന്നിധ്യം ഭൂമിയിൽ ഇല്ലെന്നേ ഉള്ളൂ. ഖമേനി, അങ്ങയെ സ്നേഹിക്കുന്ന കോടിക്കണക്കിന് ആൾക്കാരുടെ മനസ്സിൽ അങ്ങിപ്പോഴും ജീവിച്ചിരിക്കുന്നു. പടച്ചവനെ ഭയന്നാൽ മതി, പടപ്പുകളെ എന്തിനു ഭയക്കണം എന്നുള്ള അങ്ങയുടെ വാക്യം അങ്ങയുടെ ധീരത്വം അത്യുന്നതങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നു. സഹോദര രാജ്യങ്ങൾ അങ്ങയുടെ സുരക്ഷയ്ക്ക് വേണ്ടി സ്വന്തം രാജ്യത്തേക്ക് ക്ഷണിച്ചപ്പോൾ അതൊന്നും ആവശ്യമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മരിക്കുന്നെങ്കിൽ അതെൻ്റെ മണ്ണിൽ മാത്രമായിക്കൊള്ളട്ടെ എന്ന് ദൃഢനിശ്ചയത്തോടുകൂടി മറുപടി കൊടുത്ത അങ്ങയാണ് ഞങ്ങളുടെ ധീരൻ. ശവന്തീനികളായ 1000 കുറുക്കന്മാരുടെ മുന്നിൽ പിന്തിരിയാതെ ഒറ്റയ്ക്ക് നിന്ന് പോരാടിയ അങ്ങാണ് ധീരൻ. മരണം തനിക്ക് പുല്ലാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു കൂട്ടം കഴുകന്മാരോട് ഒറ്റയ്ക്ക് പോരാടിയ താങ്കളാണ് ധീരൻ. ഇപ്പോൾ ചരിത്രങ്ങൾ വളച്ചൊടിക്കപ്പെടും. പിന്നീട് വരുന്ന തലമുറകൾ യഥാർത്ഥ ചരിത്രം എന്താണെന്ന് അവരറിയും. അന്ന് നിങ്ങളെ അവർ ബഹുമാനത്തോടുകൂടി ആദരിക്കും. താങ്കളെ ആക്രമിക്കാൻ വന്ന ശവന്തീനികളായ കുറുക്കന്മാർ വാസസ്ഥലം മാറി മാറി താമസിക്കുമ്പോഴും ധൈര്യത്തോടുകൂടി സ്വന്തം ഭവനത്തിൽ നിന്നും മാറാതെ അവിടെ തന്നെ താമസിച്ചുകൊണ്ട് മരണം വരിച്ച ആയത്തുള്ള അലി ഖമേനി, താങ്കളെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. കുറുക്കൻ്റെ കൗശലത്തോടുകൂടി ജീവിക്കുന്ന അമേരിക്ക എന്ന രാജ്യം എല്ലാ അറബി രാജ്യങ്ങളുടെയും മണ്ണിലും അവർ സൈനിക താവളം ഒരുക്കി വച്ചിരിക്കുന്നു. എങ്ങാനും അറബി രാജ്യങ്ങൾ വലുതാവുമോ എന്ന ആശങ്കയിലാണ് അവർ ആ സൈനിക താവളം അവിടെ സ്ഥാപിച്ചത്. ഇതൊന്നും അറിയാത്ത പൊട്ടന്മാരായ അറബികൾ അമേരിക്കയുടെ എന്ത് പേക്യൂത്തിനും ഒത്താശ ചെയ്തു കൊടുക്കുന്നു. അറബികളുടെ മണ്ണിൽ നിന്നുകൊണ്ട് മറ്റൊരു അറബി രാഷ്ട്രത്തിലേക്ക് അമേരിക്ക മിസൈലുകൾ പായിച്ചപ്പോൾ നിശബ്ദനായിരിക്കുന്നു അറബിക്കൂട്ടങ്ങൾ. ഇറാന്റെ മണ്ണിലേക്ക് എവിടെ നിന്നാണ് മിസൈൽ വന്നു എന്നറിഞ്ഞപ്പോൾ ഇറാൻ തിരിച്ച് ആ ഭാഗത്തേക്ക് തന്നെ മിസൈലുകൾ തൊടുത്തുവിട്ടു. ആ തൊടുത്തുവിട്ട മിസൈലുകളെ അറബി രാജ്യങ്ങൾ ആകാശത്ത് നിന്നുകൊണ്ട് അവരുടെ ആയുധങ്ങൾ വെച്ചുകൊണ്ട് തകർത്തപ്പോൾ ആ ഇറാന്റെ മിസൈലുകൾ ചെന്ന് പതിച്ചത് പാവപ്പെട്ട ജനങ്ങൾ താമസിക്കുന്ന പാർപ്പിട സമുച്ചയങ്ങളിൽ മേലെ. അവരുടെ ഭവനവും അവരുടെ ജീവനും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതിന് കാരണം ആരാണ്? ഇറാനാണോ? അറബി രാജ്യങ്ങൾക്ക് എന്ത് കാര്യം? ഇറാൻ തൊടുത്തുവിടുന്ന മിസൈലുകൾ അറബി രാജ്യങ്ങളിലുള്ള അമേരിക്കൻ്റെ സൈനിക താവളങ്ങൾക്ക് നേരെയാണ്, അല്ലാതെ അറബി രാജ്യങ്ങളിലെ പാവപ്പെട്ടവർ താമസിക്കുന്നവരുടെ മേലേക്കല്ല. പക്ഷേ മണ്ടന്മാരായ ഈ അറബികൾ ചെയ്തത് എന്താണ്? ഈ അറബികളുടെ ആയുധം വെച്ചുകൊണ്ട് ഇറാന്റെ മിസൈലെ തകർത്തുകൊണ്ട് ആ മിസൈലെ ദിശ തിരിച്ചു വിട്ടുകൊണ്ട് പാവങ്ങൾ താമസിക്കുന്ന പാർപ്പിട സമുച്ചയങ്ങളിലേക്ക് ഈ ഇറാന്റെ മിസൈൽ പതിക്കുന്നു. എന്നിട്ട് അറബി ഭരണകൂടം ആക്രോശിക്കുന്നു ഇറാന്റെ നേരെ. വിധം വിധമായി ആട്ടിറച്ചിയും മന്തിയും ഉണ്ടാക്കിക്കൊണ്ട് ഇതിൽ റിസർച്ച് ചെയ്തുകൊണ്ട് സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചുകൊണ്ട് സുഖമായി ഉറങ്ങുന്ന ഇവരുടെ നെഞ്ചത്തേക്ക് എന്നാണ് സ്വന്തം രാജ്യത്ത് അമേരിക്കയുടെ സൈനിക താവളത്തിൽ നിന്നും മിസൈൽ ഇവിടെ നെഞ്ചത്തേക്ക് പതിക്കുക എന്നുപോലും അറിയാതെ. എന്നാൽ ബുദ്ധിശൂന്യന്മാരായ അറബികളെ ഓർക്കുക, കൗശലക്കാരനായ കുറുക്കനെയാണ് നിങ്ങൾ നിങ്ങളുടെ രാജ്യത്ത് താമസിക്കാൻ അവസരം കൊടുത്തിരിക്കുന്നത്. സൂക്ഷിച്ചില്ലെങ്കിൽ പിന്നീട് സ്വന്തം രാജ്യം നഷ്ടപ്പെട്ട് അഭയാർത്ഥികളായി ജീവിക്കേണ്ടി വരും, അല്ലെങ്കിൽ കൊല്ലപ്പെടാം നിങ്ങൾ.